എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോവാം. ഒരു ഏരിയ എത്തിയപ്പോൾ മാർക്കറ്റിൽ ബയ്യേഴ്സിന് നല്ല ഡിസ്കൗണ്ടഡ് പ്രൈസ് ആയിട്ട് തോന്നി. ബയ്യേഴ്സ് എൻ്റർ ചെയ്തു. ബയ്യേഴ്സ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്ലേസ് ചെയ്യുമ്പോഴാണ് ഈ വരുന്ന സെൽ ഓർഡേഴ്സിനേക്കാളും ഹ്യൂജ് എമൗണ്ട് വരുമ്പോഴാണ് ബൈ എന്ത് ചെയ്യുക? മാർക്കറ്റ് മുകളിലോട്ട് പോവുക. അപ്പോൾ ഒരു സെർട്ടൻ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യും? ബയ്യേഴ്സ് എൻ്റർ ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ്. ആ എൻ്റർ ചെയ്യുന്ന ഏരിയ എപ്പോഴും നമുക്ക് കാണാം. എപ്പോഴാ? ഒരു ട്രെൻഡ് ഷിഫ്റ്റിന്റെ സമയത്താണ് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അതായത് ഇനി എങ്ങനെയാണ് ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽസ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു ഐഡിയ കിട്ടിയില്ലേ? എന്താണ് ഓർഡർ ബ്ലോക്ക് എന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ലേ സായിദ് ബ്രോ? കിട്ടി. ഓക്കെ, ഇനി ഇപ്പൊ ഈ ഒരു ഏരിയ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മാർക്കറ്റ് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുക അല്ലെ? ഇവിടെ നിന്ന് മാർക്കറ്റിന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, പിന്നെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. മാർക്കറ്റ് സ്റ്റിൽ ചെറിയ ബൈ സൈഡ് മൊമെന്റത്തിലാണ്, എന്ത് ഹയർ ടൈം ഫ്രെയിമിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഏരിയയിൽ സെർട്ടൻ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് സെർട്ടൻ എമൗണ്ട് ഓഫ് ബൈ ഓർഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സിക്യൂട്ട് ചെയ്തതിന്റെ റീസെന്റ് വർത്താം അല്ലെ? അപ്പൊ നമ്മളൊരു ഹയർ ടൈം ഫ്രെയിമിൽ വന്ന് നോക്കുന്ന സമയത്ത് ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ബൈ ഓർഡർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 8 ഹവറിൽ വന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽസ് ഐഡന്റിഫൈ ചെയ്യണം. യെസ്, ഈ ഒരു ഏരിയയിൽ എന്ത് കിടക്കുന്നുണ്ട്? നല്ല ഒരു ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ കിടക്കുന്നുണ്ട്. അതായത് ഒരു ഡിമാൻഡ് ക്യാൻഡിൽ പോലെ തന്നെ ആയിരിക്കും എന്ത് ഒരു ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ കിടക്കുക. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾ കണ്ടോ മാർക്കറ്റ് എന്ത് ചെയ്തു? നല്ല രീതിയിൽ താഴോട്ട് വന്നു അല്ലേ? ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈ ഏതാ? ഇതാണ് മാർക്കറ്റ് ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈ. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് എന്ത് ചെയ്തു? പുഷ് ചെയ്തു. ഇവിടെ മാർക്കറ്റിന് എന്ത് ചെയ്തു? ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അതിനുശേഷം ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ ശേഷം മാർക്കറ്റിൽ നിങ്ങൾ നോക്കി നോക്കുക. പിന്നെ അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് വരുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടിയതിന് ശേഷം റിട്രേസ്മെന്റ് വന്ന് തിരിച്ചടിച്ചത് എന്താണ് നമുക്ക് വേണ്ടത്? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെ? ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിന്റെ ഏറ്റവും താഴെ വരുന്ന ഡിമാൻഡ് ക്യാൻഡിൽ പോലെ, അതായത് ഒരു ബൈ സൈഡിലോട്ട് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് റെഡ് ക്യാൻഡിൽ ആയിട്ടാണ് ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റുക. കണ്ടോ? മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് പുഷായി പോയ ഒരു ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് നമ്മൾ ഡിമാൻഡ് എപ്പോഴും നോക്കുന്നത് മുകളിലായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ഇതൊരു ഡിമാൻഡാണ്, താഴെ ഉള്ളത് ഓർഡർ ബ്ലോക്കാണ്. കാരണം എന്താ? ഞാൻ എന്തുകൊണ്ടാണ് ഇതാണ് ഇത് ഓർഡർ ബ്ലോക്ക് ഞാൻ സ്പെഷ്യലി മെൻഷൻ ചെയ്ത് തരാം. ഇതൊരു ഓബിയ. ഓബി എന്ന് പറഞ്ഞാൽ ഓർഡർ ബ്ലോക്ക്. ഇതൊരു കേസ് 1 ഡിമാൻഡ് ബിഫോർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഒരു കേസ് 2. ഇതൊരു കേസ് 2 അല്ല, ഞാൻ എഡിറ്റ് ചെയ്തരാം. ഇതൊരു കേസ് 1 എന്താണ്? ഡിമാൻഡാ. എന്തുകൊണ്ട്? ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഇതിവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്നത് ഏതാണ്? ഈ ഡിമാൻഡ് അല്ലെ? ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്നത് എപ്പോഴും ഡിമാൻഡ് ആയിരിക്കും. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തുടങ്ങുന്നതിന്റെ താഴെ കിടക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. മനസ്സിലായോ? അതായത് ആ ഒരു ലോയിൽ കിടക്കുന്ന നല്ലൊരു റെഡ് ക്യാൻഡിൽ ആയിരിക്കും എപ്പോഴും യെസ്, ഓർഡർ ബ്ലോക്ക്. അപ്പൊ എപ്പോഴും എങ്ങനെയാണ് ഒരു ഡിമാൻഡ് ഐഡന്റിഫൈ ചെയ്യുക, എങ്ങനെയാണ് ഓർഡർ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ഇതിൽ സിമ്പിൾ ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണെന്ന് അറിയില്ല, ടു ബി ഓണസ്റ്റ്. ഓക്കെ,
ഇല്ല, ഐഡിയ കിട്ടുന്നില്ല. അതായത് ഇപ്പൊ ഞാൻ ഒരു കാര്യം കാണിച്ചാൽ ആ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയാനുള്ള ഒരു റീസൺ എന്താ വെച്ചാൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഗ്രീൻ ക്യാൻഡിൽ നല്ല രീതിയിൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് പോയി. അതിനുശേഷം വന്ന ഗ്രീൻ ക്യാൻഡിൽ ഈ ഒരു ഏരിയയിൽ വന്ന് ടാപ്പ്, അതായത് കാണിച്ചു ആ ഒരു ബോക്സിന്റെ ഉള്ളിൽ വന്ന് ടാപ്പ് ചെയ്ത ശേഷം അതിന്റെ താഴെ പോവാണ്ട് കണ്ടോ, ആ ഒരു ബോക്സിന്റെ താഴെ പോവാണ്ട് ആ ഒരു ഏരിയ ബോക്സിന്റെ പുറത്താണ് എന്ത് ചെയ്തത്, ക്ലോസ് ചെയ്തത്. അപ്പൊ അത്രയും ഹൈ വോളിയം കിടക്കുന്നുണ്ട് എവിടെ, ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ. ഏരിയയില് ഓക്കെ, ഈ ഒരു ഏരിയന്റെ ഉള്ളില് മനസ്സിലായോ, ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഉള്ളില്. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഉള്ളില് ആ ഒരു റീസണിന്റെ പുറത്താണ് മാർക്കറ്റ് എന്ത് ചെയ്ത് ഈ ഒരു ഏരിയയിൽ വന്ന് ടാപ്പ് ചെയ്ത ഉടനെ നല്ല രീതിയിലുള്ള പുഷ് എന്ത് ചെയ്തത്, മുകളിലോട്ട് കൊടുത്തത്. ആ പുഷ് കൊടുത്തതിന്റെ കൂടെ മാർക്കറ്റിൽ എന്ത് ചെയ്തു, മാർക്കറ്റിന് ഇനി മുകളിലോട്ടാണ് ട്രാവൽ ചെയ്യേണ്ടത് അല്ലേ. മാർക്കറ്റിനോട് ചേഞ്ച് ഓഫ് ക്യാരക്ടറും സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ കിട്ടി. അപ്പൊ ഇനിയും മുകളിലോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇനിയും കൂടുതൽ ലിക്വിഡിറ്റി എന്ത് ചെയ്യണം, വേണം. സ്വീപ്പ് ചെയ്യണം ലിക്വിഡിറ്റി. ഓക്കെ, കൂടുതൽ ലിക്വിഡിറ്റി വേണം ബൈ സൈഡിലോട്ട് മൂവ് ചെയ്യാൻ. അപ്പൊ അവർ പോകുന്ന ഇടയിൽ ഇവിടെയും കൂടുതൽ ബൈ ഓർഡേഴ്സ് എന്ത് ചെയ്തു, കീപ്പ് ചെയ്തു, പ്ലേസ് ചെയ്തു. തിരിച്ചടുത്ത ക്യാൻഡിൽ ആ ഒരു ഏരിയയിൽ വന്നു, മാർക്കറ്റ് എന്ത് ചെയ്തു, വീണ്ടും തിരിച്ച് ആ ഒരു ഏരിയയിൽ വന്നു. മാർക്കറ്റ് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ബയ്യേഴ്സിന് തോന്നുകയാണ് ഇത് ഡിസ്കൗണ്ടഡ് പ്രൈസ് ആണ്. വീണ്ടും അവരവിടുന്ന് ബൈ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിട്ട് മാർക്കറ്റിന് എന്ത് ചെയ്തു, പുഷ് ചെയ്തു. മനസ്സിലായോ? ഇതാണ് ഒരു സിമ്പിൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ബ്ലോക്ക് ആൻഡ് കേസ് വൺ ഡിമാൻഡ്. അതായത് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്ത് ചെയ്തു, കയറി. അതായത് അവർ കയറിയ സിഗ്നൽ എന്ത് ചെയ്തു തന്നു. അത് എപ്പോഴും ഉണ്ടാവുക ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിന്റെയോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെയോ ഏറ്റവും താഴെ പോയിന്റിലായിരിക്കും, ലോ പോയിന്റിലായിരിക്കും. നേരെ മറിച്ച് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഡിമാൻഡോ അല്ലെങ്കിൽ ഒരു സപ്ലൈയോ എപ്പോഴും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടായിരിക്കും. മനസ്സിലായോ? അതൊരു ഒരു റാലിന്റെ മിഡിലായിരിക്കും നമുക്ക് ഡിമാൻഡും സപ്ലൈയും എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. അതായത് ഈ ഒരു ഏരിയ ടു ഒരു ഏരിയ ഒരു റാലി ആണെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഏരിയ ടു ഒരു ഏരിയ റാലി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓൾമോസ്റ്റ് ഒരു മിഡിൽ പാർട്ടിലായിട്ടായിരിക്കും നമുക്കൊരു ഡിമാൻഡോ അല്ലെങ്കിൽ ഒരു സപ്ലൈയോ എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ആ ഒരു റാലിന്റെ ഏറ്റവും ബോട്ടം സൈഡിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം ഫ്രെയിം ഇങ്ങനെ എന്ത് ചെയ്യണം. ഞാൻ ഈ ഒരു 1 ഹവറിലും ഇങ്ങനെ മാർക്കറ്റ് കണ്ട സമയത്ത് തന്നെ ഞാൻ 8 ഹവറിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. എന്തുകൊണ്ട്? അത് എന്റെ മാർക്കറ്റ് എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മൾ ടൈം ഫ്രെയിം സ്വിച്ച് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. അത് നമ്മൾ ചെയ്ത് മാർക്കറ്റിൽ ഇരുന്നിട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, പഠിക്കാൻ. ഓക്കെ, ഓർഡർ ബ്ലോക്ക് എന്താണ് എന്ന് മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഫേക്ക് ട്രാപ്പ് ചെയ്യുന്ന OBs ഓർഡർ ബ്ലോക്സും ഉണ്ടാവും. ഓക്കെ, നമുക്ക് ട്രാപ്പ് ഉണ്ടാവും ഓർഡർ ബ്ലോക്ക്. അതായത് ഈ സ്മാർട്ട് മണി എൻ്റർ ചെയ്യുന്ന ഏരിയയാണ് ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ. സ്മാർട്ട് മണി കോൺസെപ്റ്റ്, സ്മാർട്ട് മണി അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എൻ്റർ ചെയ്യുന്ന ഏരിയയാണ് എന്ത്, ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൽ തന്നെ ട്രാപ്പും ഉണ്ടാവും. ഇപ്പൊ ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. റീസൺ എന്താ, ഇവിടെ താഴത്തോട്ട് നല്ലൊരു മൂവ് കൊടുത്തതിന്റെ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ഇതൊരു ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മൂവാ അല്ലെ. ഇതൊരു അത്യാവശ്യം വലിയ മൂവാ. ഗോൾഡിന്റെ പ്രൈസ് 4700 4000 ഓൾമോസ്റ്റ് എത്ര വരെ വന്നിട്ടുണ്ട്, 500 വരെ വന്നിട്ട് 2000 പോയിന്റ്സിന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത്രയും ഹെവി ഓർഡർ. ആ ഒരു ഓർഡർ വന്ന സമയത്ത് ഇവിടെ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ തന്നിട്ട് കണ്ടോ, ഇതൊരു ഓർഡർ ബ്ലോക്ക്. ഇത് ചിലപ്പോൾ ഫേക്ക് ഓർഡർ ബ്ലോക്ക് ആവാനും എന്തുണ്ട്, കാരണം എന്താ, ഇവിടെ ഉള്ള ബയ്യേഴ്സ് പ്ലേസ് ചെയ്തതിനേക്കാളും ഓർഡർ നമുക്ക്, കാരണം ഇവിടെ മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടറും സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ തന്നു. പിന്നെ സാധാരണ പോലത്തെ ട്രേഡേഴ്സിനെ ഫേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്ന സാധനമാണ്. ചിലപ്പോൾ മാർക്കറ്റ് ഇത് ക്രോസ് ചെയ്തിട്ടായിരിക്കും പോവുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് സെല് ചെയ്യുന്ന കുറേ പേരുണ്ടാവും. ഈ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടിട്ട് അവരൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാല്
അവർക്കൊക്കെ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മധുരം കൊടുക്കും. ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത ഉടനെ ചെറിയൊരു മധുരം താഴത്തോട്ട് കൊടുക്കും. എന്നിട്ട് അതൊക്കെ അപ്പൊ അവരെന്ത് ചെയ്യും, ഓർഡേഴ്സ് നല്ല രീതിക്ക് പ്ലേസ് ചെയ്യും. എന്നിട്ട് തിരിച്ച് അതൊക്കെ കൂടെ എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് എന്ത് ചെയ്യും, തിരിച്ച് അതേപോലെ പോകും. മനസ്സിലായി? ഇതാണ് ഒരു ഫേക്ക് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ട്രെൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന, അതായത് ഒരു ട്രെൻഡ് പോകുന്ന സമയത്ത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു വരുന്ന ഓർഡർ ബ്ലോക്കിനെ എപ്പോഴും നമ്മൾ എന്താ വിളിക്കുക? മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട് എന്താണ് ഓർഡർ ബ്ലോക്ക് എന്നുള്ള ടേം എന്താണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾ ഇത് കണ്ടോ, ഈ ഒരു ഹൈ വരെ ഈ ഒരു റാലിയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഏരിയയിൽ ഇട്ടിരിക്കുന്നത് ചിലപ്പോൾ എന്തായിട്ട് തന്നെയാണ്, ഒരു ട്രാപ്പ് ആയിട്ട് തന്നെ പറയാൻ പറ്റും. കാരണം ഈ ഒരു ഏരിയ ലിക്വിഡിറ്റി സ്വീപ്പ് അല്ല. സ്വീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു ഹൈന്റെ താഴെ ആയിരിക്കണം ബോഡി ആയിട്ടുള്ള ക്ലോസിംഗ് വന്നിട്ടുണ്ടായിരിക്കുന്നത്. ഇതിന്റെ മുകളിലോട്ട് ബോഡി ക്ലോസിംഗ് പോയിട്ടില്ല. അപ്പൊ ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയില്ലേ? ബോഡി സ്ട്രക്ചർ പോയിട്ടില്ല. യെസ്, ബോഡി സ്ട്രക്ചർ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റും? ഒരു സ്വീപ്പ് ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വർക്ക് ആവുമായിരുന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നമുക്കൊരു ട്രേഡ് നോക്കാമായിരുന്നു ചെറിയ ടൈം ഫ്രെയിമിൽ. എങ്ങനെ? അങ്ങനെയാണെങ്കിൽ ആ ഓർഡർ ബ്ലോക്കിൽ രണ്ടാമത് എൻ്റർ ആയിട്ട് ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻ്റർ ആവല്ലോ, ഒരു ട്രേഡ് കിട്ടട്ടില്ലേ? പക്ഷെ അത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാത്തോണ്ടല്ലേ? യെസ്, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ മാർക്കറ്റ് ഇട്ടില്ലേ. മാർക്കറ്റ് ഫേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതന്നെ ആയിരിക്കണം. യെസ്, ഇതാണ് ഒരു ഫേക്ക് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് SMT, സ്മാർട്ട് മണി ട്രാപ്പ് എന്ന് പറയും. ഇതൊരു ട്രാപ്പാണ്. ഇവിടുന്ന് ചെറിയ മധുരം തരും നമുക്ക്. അപ്പൊ ആ മധുരത്തിൽ നമ്മൾ വീണ്ടും കേറാൻ നോക്കും എൻട്രി. അപ്പൊ നമുക്ക് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കോർത്തിലടി തരികയെന്ന് അറിയില്ല മാർക്കറ്റ്. ആ ഒരു സംഭവം കിട്ടുക. ആ ഫസ്റ്റ് ടേം എന്താ പറഞ്ഞ, അതായത് ഓർഡർ ബ്ലോക്കിന്റെ മുന്നേ ഒരു ടോപ്പിക് പറഞ്ഞിട്ടുണ്ട്, കേസ് സംതിങ്, കേസ് 1 ഡിമാൻഡ് ആൻഡ് കേസ് 2 ഡിമാൻഡ്. അത് ഡിമാൻഡ് ആഫ്റ്റർ ബ്രേക്ക്. അതിലോട്ട് അതിന് നമുക്കൊരു ടോപ്പിക് തന്നെ വരുന്നുണ്ട്. അത് കേസ് 1 ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ബിഫോർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ബിഫോർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെ ഉള്ളിൽ വരുന്ന ഡിമാൻഡിനെ നമ്മൾ കേസ് 1 എന്ന് പറയും. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു റാലിന്റെ ഇടയിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കഴിഞ്ഞിട്ടാണ് ഡിമാൻഡ് വന്നില്ലെങ്കിൽ കേസ് 2 ഡിമാൻഡ് എന്ന് പറയും. അതിന്റെ ഒരു ടോപ്പിക് തന്നെ ഉണ്ടാവും. അതിന്റെ ഒരു ടോപ്പിക് തന്നെ ഉണ്ടാവും. കേസ് 1 ഡിമാൻഡ്, കേസ് 2 ഡിമാൻഡ്, കേസ് 2 സപ്ലൈ, കേസ് 2 സപ്ലൈ. മനസ്സിലായോ? ശരിക്കും നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്നൊന്നും നേരെ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പറ്റിയ നല്ല ട്രൈഡ്സ് ഒക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഓ, ഫോർ ഷുവർ. ഇനി ഓക്കെ നോ പ്രോബ്ലം. ഓക്കെ, ഇതാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന സിമ്പിൾ ടോപ്പിക്. മനസ്സിലായി? നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കിയാലോ മാർക്കറ്റില്? ഓക്കെ 2-3 എക്സാമ്പിൾ കണ്ടുകഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഐഡിയ. നമ്മൾ അതിന് വരേണ്ടത് എവിടെയാണ്? ഒരു ഇവിടെ ഒരു സാധനം കണ്ടങ്ങള് മാർക്കറ്റ് ഇങ്ങനെ പോവാ. ഇത് കണ്ടോ? അതായത് മാർക്കറ്റ് ഇങ്ങനെ റാലി നടത്തിക്കൊണ്ടിരിക്കുക മുകളിലോട്ട്. ഇവിടെ കണ്ടോ ഒരു സാധനം കണ്ടോ നിങ്ങള്? ഇതാണ് ഒരു പ്രോപ്പർ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന സാധനം. നല്ലൊരു റാലി കൊടുത്തിട്ടുണ്ടല്ലേ? യെസ്, നല്ലൊരു റാലി കൊടുത്തു. തിരിച്ച് ആ റാലിയിലോട്ട് നിങ്ങൾ കണ്ടോ, മാർക്കറ്റ് കുറേ സമയം കഴിഞ്ഞിട്ടാ വരുന്ന കേട്ടോ. എത്രയോ ദിവസം കഴിഞ്ഞിട്ടാ വരുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, ഓൾമോസ്റ്റ് 1 മന്തിന്റെ അടുത്ത് 2 വീക്സ് കഴിഞ്ഞിട്ടാ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് വന്നേ.
അത് കണ്ടോ? ആ മാർക്കറ്റ് ആ ഒരു ഏരിയനെ റെസ്പെക്ട് ചെയ്ത് കണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട്, അതായത് ഇവിടെ മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് നല്ല റാലി നടത്തുന്നതിന്റെ അവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു ഇത് നല്ല മൂവ്മെന്റ് താഴത്തോട്ട് കൊടുത്തു. കണ്ടോ? അത്രയും വലിയ മൂവ്മെന്റ്. ആ മൂവ്മെന്റിന്റെ ഏറ്റവും ടോപ്പ് ഏരിയയില് എന്താണ് ഓട്ടോ ബ്ലോക്ക് ആയിട്ട് നമുക്ക് എടുക്കാം. മാർക്കറ്റും അതിനുശേഷം ആ ഒരു ഏരിയയിൽ വന്നു, റെസ്പെക്ട് ചെയ്തു അല്ലേ ബ്രോ? കേൾക്കുന്നുണ്ട്. യെസ്. അതിനുശേഷം മാർക്കറ്റ് അവിടെ തന്നെ വീണ്ടും ഒരു എൻട്രി കൂടി തന്നു. കണ്ടോ? അടുത്തൊരു ഓർഡർ ബ്ലോക്ക്. ഇതിന് നമ്മൾ ഓർഡർ ഫ്ലോ എന്ന് പറയും. ഈ ഒരു സാധനത്തിന് ഈ ഒരു ഓർഡർ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിന് ഓർഡർ ഫ്ലോ എന്ന് പറയും. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഈ ഒരു ക്യാൻഡില് കണ്ടോ? ഈ ഒരു ക്യാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ക്യാൻഡിൽ നിന്ന് ക്യാഷ് പിന്നെ ട്രാൻസ്ഫർ ചെയ്ത് ഏത് ക്യാൻഡിലോട്ടാ? ഈ ഒരു ഗ്രീൻ ക്യാൻഡിലോട്ടാ. മാർക്കറ്റ് പിന്നെ താഴെ പോയി അടുത്ത ഗ്രീൻ ക്യാൻഡിലോട്ട് വന്നു. ഇനിയപ്പോ ഒരു 3 hour നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടി നൈസ് ഓർഡർ ബ്ലോക്ക് ഉണ്ടാവും. ഇതുണ്ടാവും. 4 hour അതിന്റെ ശേഷം ഒന്നുകൂടി ഒരു നല്ല ചിലപ്പോൾ കിട്ടായില്ല. 5 hour 4 hour തന്നെ. 4 hour കണ്ടോ? അടുത്ത ട്രാൻസ്ഫറിനാണ് നമ്മൾ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഓർഡർ ഫ്ലോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. കണ്ടോ? ഇവിടെ വന്നു ഈ ഒരു ക്യാൻഡിലോട്ട് ട്രാൻസ്ഫർ ആയി ക്യാഷ്. അങ്ങനെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡിങ് കാണുമ്പോൾ ഒന്നുകൂടി ഐഡിയ കിട്ടും. അതായത് ആദ്യം ക്യാൻഡിലിന്റെ ഓർഡേഴ്സ് കിടന്നിരുന്നത് ഓക്കെ. ഓക്കെ. ഇതുണ്ടോ? അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്തു ക്യാഷ്. ഇവിടെയാണ് അവർ ഹെവി ഓർഡേഴ്സ് പ്ലേസ് ചെയ്തത്. അതിനുശേഷം അവിടെ സ്റ്റിൽ ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട്. മാർക്കറ്റ് അവിടെ വന്നു, ബൈ ഓർഡറിനെക്കാളും സെല്ലേഴ്സ് കയറി. അതായത് ബയ്യേഴ്സിന് നല്ല പ്രൈസ് ആണെന്ന് തോന്നി സെല്ല് ചെയ്യാൻ പറ്റിയ അവരെന്ത് ചെയ്തു? സെല്ല് ചെയ്തു. അതായത് അവർ താഴ്ന്ന് ബൈ ചെയ്തു, അവർക്ക് തോന്നിയത് നല്ല സെല്ല് ചെയ്യാൻ പറ്റിയ, അവർ ഹാപ്പിയാണ് ആ പ്രൈസിൽ, അവർ സെല്ല് ചെയ്തു. അവിടെ സെല്ലേഴ്സ് കയറി. സെല്ലേഴ്സിന് സെല്ല് ചെയ്യാൻ പറ്റിയ പ്രൈസാണ്, നല്ല ടോപ്പ് പ്രൈസാണ്. സെല്ലേഴ്സ് അവിടെ നല്ല രീതിക്ക് സെല്ല് ചെയ്തു. എന്ത് ചെയ്തു? മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു പ്രൈസ് വരെ വന്നു. ഇവിടത്തെ സെല്ലേഴ്സ് ഹാപ്പിയായി, അവർക്ക് നല്ല ഡിസ്കൗണ്ടഡ് പ്രൈസ് ആയിട്ട് തോന്നി, അവർ സെല്ല് ചെയ്തു. ബയ്യേഴ്സിന് ഇതൊരു ഡിസ്കൗണ്ടഡ് പ്രൈസ് ആയിട്ട് തോന്നി, ബയ്യേഴ്സ് എന്ത് ചെയ്തു? എൻ്റർ ചെയ്തു, ഈ ഒരു ലെവൽ വരെ പോയി. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സ്ക്രീൻ ഷെയറിങ് പോയി. ഷെയറിങ് ഇപ്പൊ വരും. ഒറ്റ മിനിറ്റ്. നോ പ്രോബ്ലം, ക്യാരി ഓൺ. ഓ, ജസ്റ്റ് സെക്കൻഡ്. ഐഡിയ കിട്ടിയില്ല എന്താണ് സാധനം ഓർഡർ ബ്ലോക്ക്? എന്താണ് ഓർഡർ ബ്ലോക്ക് ഇപ്പൊ മനസ്സിലായി. പിന്നെ അതിന്റെ ക്ലാസ് ഒന്നും കൂടി കണ്ട് ചാർട്ടിൽ ഒന്നും കൂടി ഫൈൻഡ് ചെയ്യുമ്പോൾ ഐഡിയ കിട്ടും. യെസ്, അതെ. അത് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ. അതിനെപ്പറ്റി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞോ അല്ല ഇനി ഒന്ന് കിടക്കുക? അതില് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണ്ടോ? ഇല്ല, ഇതാണ് ഇന്നത്തെ ടോപ്പിക് ഉള്ളത് മെയിൻ ആയിട്ട്. ഓക്കെ, എന്തായാലും ഇൻഷാല്ലാ. എന്നാലും നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എന്നാ വൈൻഡപ്പ് ചെയ്യാം, നോ പ്രോബ്ലം. നമുക്ക് അതിന്റെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ അയച്ചാൽ മതി. നമുക്ക് ഇനി വെനസ്ഡേ ക്ലാസ് കീപ്പ് ചെയ്യാം, മറ്റന്നാൾ. ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ. ശരി. ഉഷാറാണ്. എന്തായാലും ഉഷാറായിട്ടിരിക്കും. നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ.
ശരി. ബൈ ബൈ.